ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി തീരുമാനങ്ങൾ ആരുടെയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും അവകാശവാദങ്ങൾക്ക് ചുട്ട മറുപടിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നോക്കുന്ന ട്രംപ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുറച്ചതിന്റെ ക്രെഡിറ്റും ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനാണ് ചുട്ട മറുപടിയുമായി ജയശങ്കർ രംഗത്തെത്തിയത്. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി തീരുമാനങ്ങൾ ആരുടെയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് ലഭ്യത കുറഞ്ഞ ചിലവ്, വിപണിയിലെ അപകട സാധ്യതകൾ എന്നിവ പരിഗണിച്ചാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാ ഡെഫ്യൂളിനൊപ്പം സംസാരിക്കുമ്പോഴായിരുന്നു ജയശങ്കറിന്റെ ഈ നിലപാട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായും പകരം അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ റഷ്യ എണ്ണ മേഖലയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതായും ഇന്ത്യയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും മാർക്കോ റൂബിയോ ആവർത്തിച്ചു. എന്നാൽ ഇത്തരം പ്രചരണങ്ങൾക്കിടയിലും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം വിട്ടുവീഴ്ചയില്ലാതെ തന്നെയാണെന്ന് ജയശങ്കർ തുറന്നടിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും പരിണാമത്തിന്റെയും ഭാഗമാണ് ഈ നയമെന്നും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജ വിപണി അത്യന്തം സങ്കീർണമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം യൂറോപ്പിലെ കമ്പനി ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ എണ്ണ കമ്പനികളും രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമോ എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതെ, ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയുമായി യോജിക്കാത്ത തീരുമാനങ്ങൾ ഞാൻ എടുത്തേക്കാമെന്നായിരുന്നു ജയശങ്കറിന്റെ മാസ് മറുപടി. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന നികുതി 50% നിന്ന് 18% കുറച്ചിരുന്നു. റഷ്യയിൽ എണ്ണ വാങ്ങുന്നതിന് പ്രതികാരമായി ട്രംപ് ഏർപ്പെടുത്തിയ അധിക നികുതിയും ഇതിൽ ഉൾപ്പെടും. ഇതാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിച്ച തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് അമേരിക്ക തുടക്കമിടാൻ കാരണം. എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉൾപ്പെടെയുള്ളവർ ഈ വാദങ്ങളെ തള്ളിക്കളഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 35% വർദ്ധിപ്പിച്ച ഇന്ത്യ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ആർക്കും വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ശക്തമാണെങ്കിലും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്താൻ ഇന്ത്യക്ക് കഴിയില്ല. അമേരിക്കൻ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഗണ്യമായ കുറവ് വരുത്തിയെങ്കിലും ഇറക്കുമതി പൂർണ്ണമായും നിർത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. രാജ്യത്തെ രണ്ടാമത്തെ വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര തുടർന്നും റഷ്യൻ ക്രൂഡ് വാങ്ങാൻ നിർബന്ധിതരാകും. ഗുജറാത്തിൽ 4 ലക്ഷം ബാരൽ പ്രതിദിന ഉൽപാദന ശേഷിയിൽ റിഫൈനറിയുള്ള നയാരയുടെ 49.13% ഓഹരികൾ റഷ്യൻ ഊർജ്ജ ഭീമനായ റോസ്നെഫ്റ്റിന്റെ കൈവശമുണ്ട്. ജനുവരിയിൽ പ്രതിദിനം 4.71 ലക്ഷം ബാരൽ ക്രൂഡാണ് നയാര റഷ്യയിൽ നിന്ന് ഇറക്കുമതി നടത്തിയത്. ഇന്ത്യയുടെ മൊത്തം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ 40%മാണിത്. യൂറോപ്യൻ ഉപരോധമുള്ളതിനാൽ നയാരയ്ക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനും പരിമിതിയുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.